Hello everyone, welcome to Imprint's Academy. നമ്മൾ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് പേര് എനിക്ക് യൂട്യൂബിലെ പല വീഡിയോസിനും കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പീഡിയാട്രിക്സിന്റെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ പീഡിയാട്രിക്സിൽ നിന്ന് റാൻഡം ആയിട്ട് ചൂസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറയാറുണ്ട്, നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ് പീഡിയാട്രിക്സ്. ആൻഡ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും പീഡിയാട്രിക്സിൽ നിന്ന്. ഓക്കെ, എല്ലാ സബ്ജക്റ്റുകളും വേണം, എങ്കിലും പീഡിയാട്രിക്സ് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ആൻഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുവാണെങ്കിൽ വൺസ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു പെർസെൻറ്റേജ് പീഡിയാട്രിക്സിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുവാണ്. നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: a 2-year-old child is brought to the emergency department with suspected Croup syndrome. Which of the following assessment findings reflects increasing respiratory distress? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു. ആ കുഞ്ഞിന് ക്രൂപ്പ് സിൻഡ്രോം ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ കുഞ്ഞിന് താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ കണ്ടാലാണ് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ട് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്: ഓപ്ഷൻ എ ഇന്റർകോസ്റ്റൽ റിട്രാക്ഷൻസ്, ഓപ്ഷൻ ബി ബ്രാഡികാർഡിയ, ഓപ്ഷൻ സി decreased level of consciousness, and option D flushed skin. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ അറിയണം. ഒന്ന്, എന്താണ് ക്രൂപ്പിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? 2, കുട്ടികളിൽ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ക്രൂപ്പ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം, അല്ലെ? ക്രൂപ്പ് എന്ന് പറയുന്നത് ഒരു അപ്പർ എയർവേ ഇൻഫ്ലമേഷൻ ആണ്. കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു റെസ്പിറേറ്ററി ഇൻഫ്ലമേഷൻ, അപ്പർ എയർവേക്ക് ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഇൻഫ്ലമേഷൻ ആണ് ക്രൂപ്പ്. അപ്പം നമുക്കറിയാം, നമ്മൾ എയർവേനെ ഡിസ്ക്രിപ്റ്റീവ് പർപ്പസിന് വേണ്ടി അപ്പർ എയർവേ എന്നും ലോവർ എയർവേ എന്നും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പർ എയർവേയിൽ മെയിൻ ആയിട്ടും വരുന്നത് നമ്മുടെ ലാരിങ്സ് ഉണ്ട്, വിൻഡ് പൈപ്പ് ട്രക്കിയെ ആൻഡ് ബ്രോങ്കി. ഓക്കെ, അപ്പൊ ഈ അപ്പർ എയർവേക്കാണ് ക്രൂപ്പ് കണ്ടീഷനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ എവിടെയൊക്കെ വരും? ലാരിങ്സിൽ ഉണ്ടാകും, ട്രക്കിയിൽ ഉണ്ടാകും, ബ്രോങ്കയിൽ ഉണ്ടാകും. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ദി അപ്പർ എയർവേ, ദാറ്റ് ഇസ് ക്രൂപ്പ്. അപ്പൊ ക്രൂപ്പ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ സിംറ്റം ആണ് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമുക്ക് പീഡിയാട്രിക്സിന്റെ ക്ലാസ്സുകൾ യൂഷ്വലി എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങളിൽ റെസ്പിറേറ്ററി ഡിസ്ട്രെസ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം അവർക്ക് റിട്രാക്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ചെസ്റ്റ് റിട്രാക്ഷൻ അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ റിട്രാക്ഷൻ. എന്താണ് ഈ റിട്രാക്ഷൻ? കുഞ്ഞുങ്ങൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളപ്പോൾ അവരുടെ ബോഡിയിൽ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ സ്പെഷ്യലി അവരുടെ ട്രങ്ക് റീജിയണിൽ മസിൽസ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇന്റർകോസ്റ്റൽ റിട്രാക്ഷൻ. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്രൂപ്പ് ഉള്ള ഒരു കുഞ്ഞിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ഇന്റർകോസ്റ്റൽ റിട്രാക്ഷൻസ് നോക്കിയാൽ മതി. ബ്രാഡികാർഡിയ കൊണ്ട് കാര്യമില്ല. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് കുറയുന്നത് ക്രൂപ്പിന്റെ സിംറ്റം അല്ല. ഫ്ലഷ്ഡ് സ്കിന്നും ക്രൂപ്പിന്റെ സിംറ്റം അല്ല. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇന്റർകോസ്റ്റൽ റിട്രാക്ഷൻ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മെയിൻ ആയിട്ടും 5 സൈറ്റ് ആണ് ഈ ചെസ്റ്റ് റിട്രാക്ഷൻ നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി നോക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സൈറ്റ് ഈസ്, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്, തിയറി പോയിന്റ്. സുപ്രാ ക്ലാവിക്കുലർ റിട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലാവിക്കൽ ബോണിന് മുകളിലായിട്ട് ടച്ച് ചെയ്താൽ നമുക്കറിയാം ദർ ഇസ് സബ് മസിൽ, ഈ മസിൽ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കും. സുപ്രാ ക്ലാവിക്കുലാർ സ്പേസ്. ദെൻ നെക്സ്റ്റ് ഇന്റർകോസ്റ്റൽ മീൻസ് ഇൻ ബിറ്റ്വീൻ ദ റിബ്സിന് ഇടയിലുള്ള ഭാഗം, ഇന്റർകോസ്റ്റൽ മസിൽ. ഓക്കെ, ദെൻ suprasternal means above the sternum, നമ്മുടെ ഈ ക്ലാവിക്കൽ ബോണിന് ഇൻ ബിറ്റ്വീൻ വരുന്ന പോർഷൻ, suprasternal. Then substernal, that means എവിടെയാണോ സ്റ്റേർണം തീരുന്നത്
അതിന് തൊട്ട് താഴെയുള്ള പോർഷൻ. ആൻഡ് ഫൈനലി സബ് കോസ്റ്റൽ, ജസ്റ്റ് ബിലോ ദി റിബ്സ് തീരുന്ന പോർഷന് താഴെ. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും ഐഡിയൽ സൈറ്റ് ആയിട്ട് ചെസ്റ്റ് റിട്രാക്ഷന് പറയുന്നത് സബ് കോസ്റ്റൽ റീജിയണും സബ് സ്റ്റേർണൽ റീജിയണുമാണ്. ദർ ഇസ് എൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇതിനു മുൻപ് പല എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ സൈറ്റ് ഫോർ ചെക്കിംഗ് respiratory distress or chest retraction, substernal and subcostal retractions. Okay, so that is the first question. Hope it is clear for you. Now we will see another question. It is about cystic fibrosis. Okay, question namukku nokam. A child with cystic fibrosis exacerbation presents to the emergency room. Which nursing diagnosis is the first priority in planning an intervention for the child? ഒരു കുഞ്ഞിന് സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഓപ്ഷൻ ആണ് ഈ കുഞ്ഞിന് കെയർ കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ അറിയണം എന്താണ് വാട്ട് ഈസ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് ആദ്യം കാണാം. വാട്ട് ഹാപ്പൻസ് ഇൻ സിസ്റ്റിക് ഫൈബ്രോസിസ്? സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ്. അതായത് ജനറ്റിക്കലി കിട്ടുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. എന്ത് സംഭവിക്കുന്നു അതിന് ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. യൂഷ്വലി സിസ്റ്റിക് ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചില സെക്രീറ്ററി സെൽസിനെ അത് അഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ മ്യൂക്കസ് പ്രൊഡ്യൂസിങ് സെൽസ്, സ്വെറ്റ് പ്രൊഡ്യൂസിങ് സ്വെറ്റ് ഗ്ലാൻഡ്സ്, ഡൈജസ്റ്റീവ് ട്യൂസസ്, ഇങ്ങനെയുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിനെയാണ് cystic fibrosis affect ചെയ്യുന്നത്. Plus all these secretions will become very thick. ഈ secretions എല്ലാം വളരെ thick ആയി പോകും cystic fibrosis പേഷ്യൻസിന്. cystic ഫൈബ്രോസിന്റെ തിയറി ഈസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകേണ്ട ഒരു പോർഷൻ ആണ് cystic fibrosis. അപ്പോൾ മെയിൻലി മ്യൂക്കസ്, സ്വെറ്റ്, ഡൈജസ്റ്റീവ് ജ്യൂസസ്, ഈ മൂന്ന് സെക്രീഷൻസും വളരെ thick ആയി പോകുന്നു എപ്പോൾ? when there is സിസ്റ്റിക് ഫൈബ്രോസിസ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഇന്റർവെൻഷന് പ്രയോറിറ്റി അല്ലെങ്കിൽ ഏത് നഴ്സിംഗ് ഡയഗ്നോസിസിന് പ്രയോറിറ്റി കൊടുക്കണം? ഓക്കെ, ഓപ്ഷൻസ് ഇങ്ങനെയാണ്. ഇംബാലൻസ്ഡ് ന്യൂട്രീഷൻ റിലേറ്റഡ് ടു ഇൻക്രീസ്ഡ് മെറ്റബോളിക് റിക്വയർമെന്റ്സ് ബിക്കോസ് മാലബ്സോർപ്ഷൻ, ഡെഫിഷ്യന്റ് നോളജ് റിഗാർഡിംഗ് പ്രിവെൻഷൻ ഓഫ് സിസ്റ്റിക് ഫൈബ്രോസിസ് എക്സാസർബേഷൻ, impaired gas exchange related to airway obstruction due to excess or thick mucus, acute chest pain. Okay, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഓൾറെഡി സ്വെറ്റ്, മ്യൂക്കസ്, ഡൈജസ്റ്റീവ് ജ്യൂസസ്. അപ്പം ഈ മൂന്ന് സെക്രീഷൻസ് ആണ് മെയിൻലി തിക്ക് ആയി പോകുന്നത് there is cystic fibrosis. അപ്പോൾ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് മിക്കപ്പോഴും വരാൻ ഡൗട്ട് ഉള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംബാലൻസ് ന്യൂട്രീഷൻ ആണോ അതോ ഇംപയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ആണോ? കാരണം ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് തിക്ക് ആകുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇംബാലൻസ് ന്യൂട്രീഷൻ വരാം അല്ലെ. അതുപോലെ മ്യൂക്കസ് തിക്ക് ആകുന്നു എന്നും പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഇംപയർഡ് ഗ്യാസ് എക്സ്ചേഞ്ചും വരാം. അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻ ചൂസ് ചെയ്യണമല്ലോ. അപ്പം ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി ഏതായാലും അത് പ്രയോറിറ്റി അല്ല. ബിക്കോസ് ഓപ്ഷൻ ബി ഡെഫിഷ്യന്റ് നോളജ് ആണ്. ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രയോറിറ്റി. ആൻഡ് ഓപ്ഷൻ ഡി അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ആണ്. അങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ വരേണ്ട കാര്യമില്ല സിസ്റ്റിക് ഫൈബ്രോസിസിൽ. സോ നമുക്ക് രണ്ട് ഓപ്ഷൻസ് റിമൈനിങ് ഉണ്ട്, ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ABC എന്നുള്ള പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ. ഇതിൽ ഏതെങ്കിലും ഫസ്റ്റ് കിടപ്പുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യന്റെ സിനാരിയോ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മെത്തേഡിന് വ്യത്യാസം വരും. അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇനിയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഇനി ഈ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ യെസ് എയർവേ ഈസ് ദെയർ അല്ലെ. ഇംപയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് കിടപ്പുണ്ട് ഡ്യൂ ടു റിലേറ്റഡ് ടു എയർവേ ഒബ്സ്ട്രക്ഷൻ ഡ്യൂ ടു തിക് മ്യൂക്കസ്. അപ്പൊ ഇംബാലൻസ്ഡ് ന്യൂട്രീഷനേക്കാൾ കൂടുതൽ നമ്മൾ ഇവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇംപയർഡ് ഗ്യാസ് എക്സ്ചേഞ്ചിനാണ്. So the correct answer is, for the first priority nursing diagnosis is impaired gas exchange related to airway obstruction due to mucus. Mucus thick ആയതുകൊണ്ട്
ഇംപയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് നമ്മൾ ചൂസ് ചെയ്തു. ഇനി ചില ക്വസ്റ്റ്യൻസിൽ അവർ കുറെ കാര്യങ്ങൾ ക്ലബ് ചെയ്ത് പറയും. ഇവിടെ ഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ്, കൂടുതൽ പോയിന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല, സാച്ചുറേഷൻ കൊടുത്തിട്ടില്ല, ന്യൂട്രീഷണൽ സ്റ്റാറ്റസിനെ സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് കൂടുതൽ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇംപയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, that's all about cystic fibrosis. And the next question, it is about hemophilia. Hemophilia is also an important condition. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പീഡിയാട്രിക്സിൽ ഹെമറ്റോളജിക്കൽ പ്രോബ്ലംസ് എല്ലാം തന്നെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇസ്, എ ചൈൽഡ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ക്ലാസിക് ഹീമോഫീലിയ. ഓക്കെ, പേര് നിങ്ങൾ ഓർത്തിരിക്കണം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ക്ലാസിക് ഹീമോഫീലിയ. A nurse teaches the child's parents how to administer the plasma component factor 8 through a venous port. It is to be given 3 times a week. ആഴ്ചയിൽ 3 തവണ കൊടുക്കണം. What should the nurse tell them about when to administer this therapy? Question എന്താണ്? ഒരു കുഞ്ഞിന് ക്ലാസിക് ഹീമോഫീലിയ ഡയഗ്നോസ് ചെയ്തു. ഓക്കെ, ആൻഡ് ഈ കുഞ്ഞിന് ഫാക്ടർ 8 അഡ്മിനിസ്ട്രേഷൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എപ്പോ? 3 times a week. ആഴ്ചയിൽ 3 തവണ. ഓക്കെ, സോ നഴ്സ് പേരൻസിനോട് ഈ തെറാപ്പിയെ പറ്റി എന്ത് പറഞ്ഞു കൊടുക്കണം? അതിലെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ദ നഴ്സ് ടെൽ ദ പേരൻസ് അബൌട്ട് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫാക്ടർ 8? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആദ്യം എന്താണ് ഹീമോഫീലിയ? ഹീമോഫീലിയ ഈസ് എ ബ്ലീഡിംഗ് ഡിസോർഡർ. എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ലാത്ത ഒരു സ്റ്റേറ്റ് ആണ് ഹീമോഫീലിയ, ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്കിപ്പം ഹീമോഫീലിയ തന്നെ 3 ടൈപ്പ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സി, ലുക്ക് അറ്റ് ദിസ് ടേബിൾ. ഫസ്റ്റ് ടൈപ്പ് ഇസ് ക്ലാസിക് ഹീമോഫീലിയ. നമ്മൾ ക്വസ്റ്റനിൽ കണ്ടത് ക്ലാസിക് ഹീമോഫീലിയ ആണ്, ഓൾസോ കോൾഡ് ഹീമോഫീലിയ എ. ഇറ്റ് ഇസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ 8. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ടൈപ്പ്, ക്രിസ്മസ് ഡിസീസ്, ഓൾസോ കോൾഡ് ഹീമോഫീലിയ ബി, due to the deficiency of factor 9. And the last type is called Rosenthal syndrome, due to the deficiency of hemophilia C. It is due to the deficiency of factor 11. Okay, so പല ടൈപ്പ് ഹീമോഫീലിയ ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ക്ലാസിക് ഹീമോഫീലിയ, ഹീമോഫീലിയ എ. ഈ കുഞ്ഞിന് ഹീമോഫീലിയ എ ആണ്. ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഹീമോഫീലിയ എ ഉണ്ടാകുന്നത്. അപ്പൊ ഫാക്ടർ 8 നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യണം. എത്ര തവണ? 3 times a week. ഓക്കെ, അപ്പൊ അതെങ്ങനെ കൊടുക്കണം? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. Whenever a bleed is suspected, in the morning on scheduled days, at bedtime while the child is lying quietly in bed, on a regular schedule at the parents' convenience. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ബ്ലീഡിങ് വരുമ്പോ കൊടുത്താൽ മതി. പറഞ്ഞിരിക്കുന്ന ഈ 3 times a week എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഏത് ദിവസമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ ദിവസം രാവിലെ കൊടുക്കണമെന്ന് ഓപ്ഷൻ ബി പറയുന്നു. ഓപ്ഷൻ സി, കുഞ്ഞ് ബെഡിലായിരിക്കുമ്പോൾ കൊടുക്കണം, ബെഡ് ടൈം നൈറ്റിൽ കൊടുക്കാൻ പറയുന്നു. ഓപ്ഷൻ ഡി, പേരൻസിന് ഇഷ്ടമുള്ളപ്പോ പേരൻസിന്റെ കൺവീനിയൻസ് അനുസരിച്ച് കൊടുക്കാമെന്ന് പറയുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞപ്പോ ഓപ്ഷൻ ഡി അല്ല എന്ന് തോന്നി കാണും അല്ലെ? പേരൻസിന് ഇഷ്ടമുള്ളപ്പോ കൊടുത്താൽ പോരാ. പിന്നെ 3 ഓപ്ഷൻ ബാക്കിയുണ്ട്. ബ്ലീഡിങ് ഉള്ളപ്പോ, മോർണിംഗ് വേവ്സില്, ബെഡ് ടൈമില്. ഈ ഒരു കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ദ ഹാഫ് ലൈഫ് ഓഫ് ഫാക്ടർ 8? ഓക്കെ, വാട്ട് ഈസ് ദ ഹാഫ് ലൈഫ് ഓഫ് ഫാക്ടർ 8? എന്താണ് ഹാഫ് ലൈഫ്? ഹാഫ് ലൈഫ് ഓഫ് ഡ്രഗ്സ് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അതായത് ഒരു ഡ്രഗിന്റെ തെറാപ്യൂട്ടിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് സബ്സ്റ്റൻസ് ബ്ലഡിൽ റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ്. ഓക്കെ, അതായത് ആ ഡ്രഗിന്റെ എഫക്റ്റ് ഹാഫ് ലൈഫ് തീരുമ്പോൾ കുറയാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോ ഈ ഫാക്ടർ 8ന് ഹാഫ് ലൈഫ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഫാക്ടർ 8 കൊടുക്കേണ്ടത് മോർണിംഗ് ടൈമിലാണ്. ബിക്കോസ് നമുക്കറിയാം ഒരു കുഞ്ഞ് കൂടുതലും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് മോർണിംഗ് അല്ലെങ്കിൽ ഡേ ടൈമിലാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ബ്ലീഡിങ് ആൻഡ് ഇഞ്ചുറീസിന് പ്രോബബിലിറ്റി കൂടുതലും ഡേ ടൈമിലാണ്. അപ്പൊ മോർണിംഗിൽ ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗീവ് പ്രൊട്ടക്ഷൻ ടു ദി ബേബി ത്രൂ ഔട്ട് ദി ഡേ. ആ ഒരു ഡേ ഫുള്ള് പ്രൊട്ടക്ഷൻ കിട്ടും മോർണിംഗിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ. ബിക്കോസ്
ഡേ ടൈമിലാണ് കുട്ടികൾ കൂടുതലും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. നൈറ്റ് ടൈമിൽ ദേ ആർ ടേക്കിംഗ് റെസ്റ്റ്. അപ്പൊ നമ്മൾ ഫാക്ടർ 8 കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ ബ്ലീഡിങ് വന്ന് കഴിഞ്ഞിട്ടല്ല ഫാക്ടർ 8 കൊടുക്കേണ്ടത്. ഇവിടെ നമ്മളോട് ഓൾറെഡി ഒരു ഷെഡ്യൂൾഡ് ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്ലീഡിങ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഷെഡ്യൂൾഡ് ഡേയ്സിൽ മോർണിംഗ് ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ ഫാക്ടർ 8 IV ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഹാഫ് ലൈഫ് എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗിന്റെ ആക്റ്റീവ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമാണ്. ഈ ഹാഫ് ലൈഫ് കുറഞ്ഞ മീൻസ് ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ പിന്നെ ഡ്രഗിന്റെ എഫക്റ്റീവ്നെസ് കുറയും. അപ്പൊ വീണ്ടും ഏതാണ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് റിക്കവർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച 3 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളിപ്പം പല സൈറ്റുകളിലും അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും. ബിക്കോസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇന്ന് പറഞ്ഞ മെയിൻ പോയിന്റ്സ് നമ്മുടെ സിസ്റ്റിക് ഫൈബ്രോസിസിനെ പറ്റി, സീലിയാക് ഡിസീസിനെ പറ്റി, അതുപോലെ ഹീമോഫീലിയയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Thank you for watching and stay tuned for more videos. Bye.